ഹലോ. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പറ്റിയിട്ടുള്ള വീഡിയോയും അതേപോലെ തന്നെ നമ്മുടെ ലഞ്ചിന്റെ വീഡിയോയും പ്രീ വർക്കൗട്ടിന്റെ വീഡിയോയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് നമ്മുടെ നൈറ്റിലെ ഡിന്നർ. കാരണം ഡിന്നർ എന്ന് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് പിന്നെ ഒരു ആക്ടിവിറ്റീസും ഇല്ലാത്ത നമ്മൾ ഉറങ്ങുന്ന ടൈമാണ്. അപ്പൊ അതിൽ നമുക്ക് തീരെ കാർബ് വരുന്നില്ല. അപ്പോ ഏതായാലും നമ്മള് മെനക്കെട്ട് ഇറങ്ങാണ്. അപ്പൊ നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്തുണ്ട്, നല്ല ചേഞ്ച് കാണിക്കുന്നുണ്ട്. എന്റെ ഇതിന് അത്യാവശ്യം നല്ല ഫാറ്റുകളൊക്കെ വലിഞ്ഞു കണ്ടില്ല. മറ്റേതിന്റെ വേറെ പിടിച്ച കിട്ടുന്നുണ്ടായിരുന്നു, അപ്പൊ കിട്ടുന്നില്ല. നല്ല റിസൾട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു പാക്കും കൂടി കാണാം. ഈ ഏകദേശം ലൈനിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി പാക്കിന്റെ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഡിന്നർ ഫുഡ് എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാല് സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. രണ്ട് ക്യാരറ്റിന്റെ ചെറിയ കഷ്ണമുണ്ട്, അതേപോലെ കുക്കുംബർ ഉണ്ട്, ചിക്കൻ ഉണ്ട്. ചിക്കൻ നമ്മുടെ എല്ലാ മീലിലും ഉൾപ്പെടുത്താം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് നമുക്ക് റിസൾട്ട് ഒക്കെ വരും നമ്മുടെ ഫേസിൽ നിന്ന് കേട്ടോ ഇറങ്ങി പോവാ. ഫേസിനൊക്കെ ഇറങ്ങി പോകുന്ന സമയത്ത് ആളുകൾ പലതും പറയും. അപ്പൊ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുകൾ പലതും പറയും, മറ്റേ ഡൗൺ ആയി വരുന്നുണ്ടല്ലോ, എന്ത് പറ്റി, ക്ഷീണിച്ചല്ലോ, പകുതിയായി എന്നൊക്കെ. അപ്പൊ അതൊന്ന് നമ്മൾ നെവർ മൈൻഡ് ആക്കി എടുക്കുക. നമ്മള് തടി കുറയ്ക്കൽ പരിപാടിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് കാണുള്ളൂ. എല്ലാ സംഭവത്തിനും നമുക്ക് ഇറങ്ങി കിട്ടാനാണ് ബുദ്ധിമുട്ട്. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളത് എന്തായി, അതിലുള്ള സ്റ്റാമിന കുറഞ്ഞുകൊണ്ടിരിക്കും. ഇറങ്ങുമ്പോഴാണ് നമ്മൾ കുറേ ലോങ് ആയിട്ട് ചിന്തിക്കുന്നത്. അപ്പൊ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സംഭവം സിമ്പിൾ ആയിട്ടാണ് എല്ലാം കാണുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ബോഡിയിലെ ചേഞ്ച് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നല്ല ചേഞ്ച് നമ്മുടെ ബോഡിയിലോട്ട് കണ്ടു വരുമ്പോൾ നമുക്ക് വീണ്ടും 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 അതിന്റെ ചേഞ്ച് കാണാനുള്ള ഒരു ഇതുണ്ടായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. ബുക്കും കാര്യങ്ങളൊക്കെ ഫസ്റ്റത്തെ ഒരു കുറച്ച് ദിവസങ്ങൾ 2 ആഴ്ചയൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ട് ലയിച്ചു പോകും. അപ്പൊ നമുക്ക് നമ്മുടെ ചേഞ്ചുകൾ കാണാൻ പറ്റും. അപ്പോൾ വർക്കൗട്ടും കാര്യങ്ങളും 2 ടൈം വർക്കൗട്ടൊക്കെ ഉണ്ട്. അപ്പൊ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് രീതിയിൽ ഫോക്കസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നമ്മുടെ ശരീരത്തിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവം കൂടിയാണ്. ഞാന് ഏകദേശം ഒരു 100-150 രൂപയുടെ ചിക്കൻ ഡെയിലി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫുഡ് ജസ്റ്റിഫൈസ് ആയിട്ട് ഞാൻ എടുക്കും. അതിനിപ്പോ എത്രയാണ് എമൗണ്ട് അതാണ്, ഏകദേശം 150 രൂപ റേഞ്ചോളം നമുക്ക് ഏകദേശം ചിക്കനിൽ തന്നെ വരുന്നുണ്ട്. ഏകദേശം 1 കിലോന്റെ അടുത്ത് തന്നെ. പിന്നെ ഒരു 6 കോഴിമുട്ട വരുന്നുണ്ട്. പിന്നുള്ളത് രാവിലത്തെ ഓട്സും ഫുഡിന്റെ ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ എന്റെ അഭിപ്രായത്തിൽ ഒരു 350 ഉറുപ്പോളം പെർ ഡേ വേണ്ടി വരും. അപ്പോ അതാണ് നമ്മുടെ ഫുഡിന്റെ ഒക്കെ ഏകദേശം എക്സ്പെൻസ് വരുന്നത്. പിന്നെ സപ്ലിമെന്റ്സുകൾ വേറെ ഉണ്ട്, വേ പ്രോട്ടീൻ ഉണ്ട്, വിറ്റാമിൻ ഉണ്ട്, പ്രീ വർക്കൗട്ടുകൾ ഉണ്ട്, BCAA ഉണ്ട്, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ അത് വേറെ വേറെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൂടെ നോക്കുമ്പോൾ നല്ലൊരു എക്സ്പെൻസീവ് തന്നെയാണ് നമുക്ക് വരുന്നത്. പക്ഷെ എന്നാലും കൂടിയിട്ടും നമുക്ക് ഇത്തിരി എക്സ്പെൻസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ അതിന്റെ ചേഞ്ച് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മള് സക്സസ് ആയിരുന്നതാണ്. ഇങ്ങനെ ആയിരുന്നില്ല എന്റെ ബോഡി ഉണ്ടായിരുന്നു. നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. നല്ല ചേഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല ചേഞ്ച്. നമ്മള് ഒരു മാസമായപ്പോഴേക്കും ഏകദേശം ഈ ഒരു കണ്ടീഷനിൽ എത്തി. ഇനി നമുക്ക് ഒരു 2-2.5 മാസത്തിന്റെ അടുത്ത് ഇനിയും ടൈം ഉണ്ട്. കാരണം ജനുവരി 31-നാണ് കോമ്പറ്റീഷൻ വരാൻ. അപ്പോഴേക്കും ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. വീട്ടിലൊക്കെ നല്ല സപ്പോർട്ട് തന്നെയാണ് കോമ്പറ്റീഷൻ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഫുഡായിട്ടും ഒക്കെ നമ്മളെ വൈഫാണ് അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പൊ അവർക്കൊക്കെ പറയുന്നത് നമുക്ക് തരുന്ന മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ പ്രൈസ് അടിച്ചില്ല എന്നുള്ളതല്ല, ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി നമ്മുടെ ബോഡി ഈ ലെവലിലേക്ക് ചേഞ്ച് ആക്കിയിട്ട് ഇറങ്ങാൻ പറ്റുമല്ലോ എന്നുള്ളതിലാണ്. ഏതായാലും ഇതൊക്കെ ഇറങ്ങി തിരിച്ചു അത് കംപ്ലീറ്റ് ആക്കണം എന്നാണ് അവരൊക്കെ അഭിപ്രായം. അപ്പോ കുറച്ച് ചെലവുള്ള പരിപാടിയാണ്, എന്നാലും നോക്കാം. ഇറങ്ങാന്നുള്ള പ്ലാനിൽ തന്നെ എത്തിയിട്ടുണ്ട്. നമുക്ക് ബോഡി ചേഞ്ച് കണ്ടു തുടങ്ങിയപ്പോൾ നമുക്ക് തന്നെ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോ അത്രേ ഉള്ളൂ. എല്ലാ സംഭവത്തേക്ക് ഇറങ്ങാൻ ആണ് ബുദ്ധിമുട്ട്. ഇറങ്ങി കഴിഞ്ഞാൽ സിമ്പിൾ പരിപാടിയാണ്.